കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പം എല്ലാവരും വരും, നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. ഇന്ന് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിക്കുന്ന ആ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ വലിയ ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയി തൊഴാം. അവിടെ പോയി സുഖമായിട്ട് തൊഴാലോ. 4 ഭാഗത്തുനിന്നും നോക്കി തൊഴാം. മേൽക്കൂരയൊന്നും ഇല്ലാതെയാണ് ഗണപതി ഭഗവാൻ ഇരിക്കുന്നത്. മേൽപ്പത്തൂരിൻ്റെ ആ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലൂടെയാണ് കേട്ടോ ഗണപതി ക്ഷേത്രത്തിലേക്ക് പോവുക. അവിടെ പോയിട്ട് തൊഴുതിട്ട് നേരെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ നേരെ നമ്മൾ ആ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തേക്ക് നോക്കിയിട്ട് ആ മേൽപ്പത്തൂരിരുന്ന് നാരായണീയൻ രചിച്ച സ്ഥലം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണാം. അവിടേക്കൊന്ന് നോക്കിയിട്ട് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുക മനസ്സിൽ. അതുപോലെ എന്താ വെച്ചാൽ പുണ്യാത്മാവല്ലേ, അപ്പോൾ അദ്ദേഹത്തെ സ്മരിക്കുന്നത് നല്ലതാണ്. അതുപോലെ വലതേ സൈഡിൽ ആദ്യം കാണുന്ന ആ തൂണ്, അതിലാണ് ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്തത് ഭഗവാൻ ആ മേൽപ്പത്തൂരിൻ്റെ അനിയന്. അപ്പോൾ അങ്ങനെ അവിടെ ഒന്ന് നോക്കി തൊഴാം. ഇനി നമ്മൾ നേരെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്താ, ശ്രീലകത്തെ ആ ദിവ്യപ്രഭാ ഇതിങ്ങനെ കാണാം. നെയ്വിളക്കിൻ്റെ ആ ശോഭ നമ്മളിലേക്ക് എത്തുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. അത് എത്തിയാൽ തന്നെ നമ്മളിലേക്ക് ഗുരുവായൂരപ്പൻ എത്തി എന്നുള്ള ആ ഒരു സങ്കല്പം എത്തി. കാരണം ശ്രീലകത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന പ്രകാശമാകുമ്പോൾ ശ്രീലകത്തു നിന്ന് എന്ത് കണ്ടാലും എന്ത് കിട്ടിയാലും അതൊക്കെ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം തന്നെയാണ് നമ്മളിലേക്ക് എത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് വളരെ 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 മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാനുള്ളത്. ഒരു കളഭം കൊണ്ട് ഒരു ഗരുഡനെ ചാർത്തിയിട്ടുണ്ടെന്ന്. മഹാവിഷ്ണുവാണ് കേട്ടോ. ഗരുഡനെ ചാർത്തിയിട്ടുണ്ട്. 2 ചിറകൊക്കെ ഇങ്ങനെ വെച്ച് അടിപൊളിയായിട്ട് അങ്ങനെ നിൽക്കണു. അതിൻ്റെ പുറത്ത് കാലുകൾ ഇങ്ങനെ തൂക്കിയിട്ട് 2 കാൽപാദങ്ങളിലും കാൽത്തളകൾ കാണുന്നു. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. ആ പട്ട് ഞൊറിഞ്ഞെടുത്ത് അരമണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണു സ്വരൂപത്തിലാണെന്ന്. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണു സ്വരൂപവും അതിൻ്റെ കൂടെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണു മഹാപ്രഭുവായിട്ടാണ് ശ്രീലകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. അതെന്താ ഒരു രസം എന്നറിയോ കാഴ്ച അങ്ങനെ കാണാൻ. ഇങ്ങനെയൊക്കെ അപൂർവമായിട്ടാണ് ഓരോരോ കളഭം കൊണ്ടുള്ള അലങ്കാരം. ഇന്ന് നമുക്കതിനെ ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ എല്ലാവരും അത് ദർശിച്ചോളൂ. ഇപ്പോൾ നമ്മൾ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിലാണ്. സോപാനപ്പടിയിൽ നിന്നിങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ പീലിത്തിരിമുടിയൊക്കെ കെട്ടി ഇങ്ങനെ കാണാണ്ട് നല്ല കിരീടമൊക്കെ വെച്ച് നന്നായിട്ടുള്ള ഒരു അലങ്കാരമാണ്. പിന്നെ വലിയ 2-3 തിരുമുടിമാലകളുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ളതും വെളുത്ത പൂവും തുളസിയും. അതേപോലെ തെച്ചിയും തുളസിയും വെളുത്ത പൂവും. വെളുത്ത പൂവിനാണ് ഇപ്പോൾ കൂടുതൽ. പെണ്ണും മിക്കവാറും വെളുത്ത പൂവ് ഇഷ്ടം പോലെ ധാരാളമായിട്ടുണ്ട്. അതേപോലെ ഉണ്ടമാലകൾ 2 ഉണ്ട്. വലിയ 2 ഉണ്ടമാലകൾ. വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടുള്ളതും വെളുത്ത പൂവും തുളസിയും, അങ്ങനെ 2 അപ്പോൾ കാണാൻ നല്ല കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, 4 കൈവളകളിലും കാണാണ്ട്. ചതുർബാഹു അല്ലേ. ശംഖ് ചക്ര ഗദാപത്മത്തോടുകൂടി നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. നമ്മൾ ഗുരുവായൂർ എന്നെ ഏത് സമയത്താണോ ശ്രവിക്കുന്നത് ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ആ സോപാനത്തിൻ്റെ അവിടെ നിന്ന്, സോപാനപ്പടിയിൽ നിന്ന് നമ്മൾ ശ്രീലകത്തേക്ക് നോക്കുന്ന ആ ഒരു കാഴ്ചയായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ഗുരുവായൂരപ്പനെ കാണുക. ആ ഗുരുവായൂരപ്പനെ ആ ചതുർബാഹുവായ മഹാവിഷ്ണു മഹാപ്രഭുവിനെ കണ്ട് തൊഴുതോളൂ. അങ്ങനെ തൊഴുത് നമ്മൾ പതുക്കെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് അതിൽ തന്നെ ആ അഗ്നികോണിലേക്ക് ബലി അർപ്പണം ചെയ്യുന്ന അഗ്നികോണിലേക്ക് നോക്കി തൊഴുതു. പിന്നീട് നമ്മൾ നേരെ വരുമ്പോൾ തിടപ്പള്ളി നോക്കി തൊഴാം. തിടപ്പള്ളിയിൽ വന്നിട്ട് രാവിലെ ആ ഗണപതി ഹോമം നടത്തുന്നതും ഭഗവാന് നേദ്യം തയ്യാറാക്കുന്നതുമായ തിടപ്പള്ളിയാണ്.
വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അവിടെ നോക്കി തൊഴുക. അത് കഴിഞ്ഞാൽ നേരെ നമ്മളിങ്ങനെ പോരുമ്പോൾ ആ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം നേരെ വരിക. അങ്ങനെ വരുമ്പോൾ ഗണപതിയുടെ അവിടെ വരിക. ഗണപതിയുടെ അവിടെ നിന്ന് തുമ്പിക്കൈയും കൊമ്പും തുമ്പിക്കൈയും ഒക്കെ നല്ല ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തി മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം. അതിലേക്ക് നോക്കിയിട്ട് തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവിനെയും കണ്ടു തൊഴുതു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ സൈഡിലേക്ക് നോക്കിയാൽ ചെറിയ ഗണപതിനെ കാണാം. ഗണപതിയെ കണ്ടു തൊഴാം. അത് കഴിഞ്ഞ് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. അതിനുശേഷം മേൽശാന്തിര അവിടെ വന്ന് ആ മേൽശാന്തിര അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി നമുക്ക് വീണ്ടും വാമനാവതാരം കാണാം. അതേപോലെ മഹാവിഷ്ണു, ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപം കാണാം. ഉള്ളിലും പുറത്തും അത് ദർശിക്കാൻ കഴിയും. അത് കഴിഞ്ഞാൽ ഗജേന്ദ്രമോക്ഷം കാണാം. പിന്നീട് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അതിനുശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തേക്ക് മാറിയിട്ട് അവിടെ വന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. വീണ്ടും നമ്മൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ ശ്രീരാമനും അതേപോലെ ഭാർഗവരാമനും ബലരാമനും അങ്ങനെ കാണുമ്പോൾ എല്ലാ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുത് കണ്ണനെയൊക്കെ കാണാം. അതൊക്കെ കണ്ട് മുരുകനെ കണ്ട് മുരുകൻ്റെ അവിടെ ഭസ്മം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിറയെ വെറ്റിലമാലകൾ കാണാണ്ട് നിറയെ കുങ്കുമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളും. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമത് സ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം കുറച്ച് പടിഞ്ഞാട്ട് മാറിയ നമ്മുടെ താമരക്കണ്ണനെ കാണാം. ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ താമരക്കണ്ണനെ കാണാം. അതിനുശേഷം നേരെ ഗ്രില്ലിൻ്റെ അവിടെ വന്ന് നോക്കിയാൽ നമ്മുടെ മണിക്കിണറും അതേപോലെ നൃത്താറയിലേക്ക് നോക്കി നമ്മുടെ അവിടെ വിളക്ക് ഇങ്ങനെ കിടാവിളക്ക് കത്തിന് കാണാം. അപ്പോൾ നമ്മുടെ കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കിയാൽ അതും കാണാം. അങ്ങനെ വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ കുറൂരമ്മേനെയും വസുദേവരെയൊക്കെ കണ്ട് വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി അങ്ങനെ എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാൻ വരിക. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് വന്നിട്ട് ഭഗവതിയെ കണ്ട് തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് പോരുമ്പോൾ കോർണറിലെത്തിയ ഒന്ന് വടക്ക് പടിഞ്ഞാട്ട് ഭാഗത്തേക്ക് നോക്കിയാൽ മമ്മിയൂരപ്പനെ നോക്കാം. നമശിവായ 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 എന്നുള്ള ആ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരികയാണ്. ആൾ രൂപങ്ങളും അതൊക്കെ കണ്ട് കുന്നിക്കുരുവായിരുന്നതൊക്കെ കണ്ട് ആ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഒന്നുകൂടി ചതുർബാഹുവായ ആ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെ നമ്മൾ കണ്ട് തൊഴുതു. അവിടെ നിന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. അതിനുശേഷം നേരെ ആ കൂത്തമ്പലത്തിലേക്ക് എത്തി. അവിടെ വന്ന് നോക്കി തൊഴുതു. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നു. അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെയും കണ്ട് തൊഴുത് ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് വടക്കേ നടയിൽ പടിഞ്ഞാറ നടയിലേക്ക് വരികയാണ്. പടിഞ്ഞാറ നടയിൽ വന്ന് ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപവും അതേപോലെ കൊടിമരത്തിലെ വേണുഗോപാല സ്വരൂപവും കണ്ട് തൊഴുക. നമ്മൾ ഇന്നത്തെയും ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ട് തൊഴുതു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ.
ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.